Amen. Hallelujah. Are you happy to be in the house of God this morning? എത്രയൊക്കെ സന്തോഷമുണ്ടെന്ന് ഇവിടെ ആയിരിക്കുവാൻ. നമുക്ക് ഒരുമിച്ച് ഞായറാഴ്ച കൂടി കർത്താവിനെ ആരാധിക്കാൻ പറ്റുന്ന എന്തൊരു സന്തോഷമാണ്. Praise the Lord. Hallelujah. Amen. Thank you, Pastor Binu. Thank you so much for that. Thank you so much. That was powerful. You confirmed what God had put into my heart. ദൈവത്തിൻ്റെ ആത്മാവാണ് സഭയെ നയിക്കുന്നുള്ള ഒരു സംശയമില്ല. ഞങ്ങൾ നേരത്തെ നോട്ട്സ് ഒന്നും എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് പകൽ എൻ്റെ ദൂതും അതേ സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഭയോടുള്ള ദൂത് ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ ആത്മാവ് ഓൾറെഡി അറിയിച്ചിരിക്കുക. കർത്താവ് നന്ദി പറഞ്ഞോണ്ട്. Amen. Let's be seated in our places this morning. 1 Kings chapter 3. 1 രാജാക്കന്മാർ 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ആകയാൽ അങ്ങയുടെ ജനത്തെ ഭരിക്കുവാനും 10-ാം വാക്യം ശലോമോന്റെ ഈ പ്രഭാഷണം യഹോവയ്ക്ക് ഇഷ്ടമായി. Amen. And the speech pleased the Lord. ശലോമോന്റെ ഈ പ്രഭാഷണം യഹോവയ്ക്ക് ഇഷ്ടമായി. And the speech pleased the Lord that Solomon had asked this thing. സോളമൻ പ്രാർത്ഥിച്ചതിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം is the speech. ഈ പ്രഭാഷണം. The speech. Isaiah 65-ൽ അതിൻ്റെ 24-ാം വാക്യത്തിലും ഒരു പദപ്രയോഗം കേൾക്കാം. Isaiah 65 verse 24. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരമരുളും. And it shall come to pass that before they call I will answer. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ And while they are yet speaking ഞാൻ അത് കേൾക്കും. I will hear. ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. That scripture is called Operation Cash. Operation Cash. And it shall come to pass before they call, that's the C, I will answer, that is the A. And while they are yet speaking, that's the S, I will hear, that is the H. Operation Cash. Praise the Lord. Blessed be the name of the Lord. ഇതിൻ്റെ അകത്തൊരു ട്രഷർ ഉണ്ട്. നിന്റെ സംസാരം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റിയാൽ അതിൻ്റെ അകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ നാവ് കൊണ്ട് തന്നെ നീ യേശുവിനെ മഹത്വപ്പെടുത്തി തുടങ്ങിയാൽ അത് തന്നെ ദൈവം ഹല്ലേലൂയ ഉത്തരമാക്കി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. മനസ്സിലാക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തു. നിന്റെ നാവിൻ്റെ അകത്ത് ജീവനുമുണ്ട്, നിന്റെ നാവിൻ്റെ അകത്ത് മരണവുമുണ്ട്. ഇന്ന് പകൽ നിന്റെ നാവ് കൊണ്ട് നീ ജീവൻ കൽപ്പിക്കുകയാണെങ്കിൽ നിന്റെ ശരീരത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ജീവൻ വ്യാപരിപ്പിക്കും. ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ആരാധനയോടെ ഇരുന്നു കരങ്ങളടിച്ച് ആരാധിക്കേണ്ടവർ ആരാധിച്ചുകൊണ്ട് നീ വചനം ഏറ്റെടുത്തു. ദൈവത്തിന്റെ ആത്മാവിന്റെ തീ, ദൈവത്തിന്റെ ആത്മാവിന്റെ തീ. Praise the Lord. Hallelujah. Let the fire of the Holy Spirit. ലൂക്ക 18-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. For this reason men ought to pray and not faint. മനുഷ്യർ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. Not children, men. പ്രാർത്ഥിക്കുന്നവൻ മെച്യൂർ. Praise the Lord. പ്രാർത്ഥിക്കുന്ന പിള്ളേർ എന്തും വിളിച്ചു പറയും. എന്നാൽ മനുഷ്യൻ അല്ലെങ്കിൽ മെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു മെച്യൂരിറ്റി ഉണ്ട്. അവൻ എന്ത് സംസാരിക്കണം, എപ്പം സംസാരിക്കണം എന്നറിയാം. പ്രാർത്ഥന ഒരു സംസാരമാക്കി മാറ്റിയാൽ അതിൻ്റെ അകത്ത് വലിയ വിടുതൽ. നമുക്ക് പ്രാർത്ഥനയുടെ മാസമാണല്ലോ ഈ മാസം. ഈ അവസാനത്തെ ആഴ്ചയും ഞായറാഴ്ചയും ദൈവമാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചെന്ന് ബോധ്യമുണ്ടെങ്കിൽ പറ, കർത്താവേ ഇന്ന് പകല് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. We glorify your name. അങ്ങയുടെ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. Blessed be your name, Lord. Amen. Anything prayer can't handle, it cannot be handled. പ്രാർത്ഥനയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് ഒന്ന് വേറൊന്നിനും കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. എന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു പോയിന്റ് ആണ് കഴിഞ്ഞ ദിവസം. നിന്റെ ശുശ്രൂഷ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. വർഷിപ്പ് ലീഡേഴ്സ് ആരാധിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്കും പ്രാർത്ഥിക്കണം. Glory unto the name of Jesus.
നിങ്ങൾ ഭവനത്തിന്റെ അകത്ത് ഭാര്യയും ഭർത്താവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അകത്ത് പ്രാർത്ഥിക്കണം. Praise the Lord. Glory unto the name of Jesus. മക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അകത്ത് പ്രാർത്ഥിക്കണം. Praise God. ഓപ്പറേഷൻ ക്യാഷ് എന്ന് പറഞ്ഞതുപോലെ നീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ you can test the Lord at this. പരിശുദ്ധാത്മാവിന്റെ അകത്ത് തന്ന ബോധ്യമാണെന്ന് പകൽ പറയുന്നത്. You can test the Lord in this. നീ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പ്രാർത്ഥിച്ചാൽ മറുപടികൾ വളരെ സ്പീഡിൽ ദൈവം നീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് ഉത്തരമയക്കും. Glory unto the name of Jesus. ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതിനു വേണ്ടിയുള്ള ഒരു കൃപ, ഒരു anointing ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തു. Blessed be the name of the Lord. Glory unto the name of Jesus. Amen. Amen. സ്തോത്രമൊക്കെ കേൾക്കട്ടെ. Amen. ലൂക്ക 21:15 വാക്യം. Luke chapter 21 verse 15. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കുവാനോ എതിരു പറയുവാനോ കഴിയാത്ത വാക്കുകളും പരിജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. Amen. Luke 21 verse 15. ഒന്നുകൂടെ വായിക്കാതെ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. Luke 21:15. And for I will give you a mouth and a wisdom which your adversary shall not be able to gainsay nor resist. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കുവാനോ എതിരു പറയുവാനോ കഴിയാത്ത വാക്കുകളും പരിജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. Words carry power. വാക്കുകൾ ശക്തിയെ വഹിക്കുന്നു. Battles have started because some leader said something. ചിലര് ആവശ്യമില്ലാതെ ചില വാക്കുകൾ പറഞ്ഞതുകൊണ്ടാണ് യുദ്ധങ്ങൾ തുടങ്ങിയത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ കൂടെ പ്രസംഗിച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേന് വേൾഡ് വാർ 2 തുടങ്ങി. സംസാരത്തിൽ നിന്നും ഒരു ബാറ്റിൽ തുടങ്ങി, ഒരു യുദ്ധം തുടങ്ങി. ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട് സംസാരം കൊണ്ട്, ബന്ധങ്ങൾ പണിതിട്ടുണ്ട് സംസാരം കൊണ്ട്, കുടുംബജീവിതങ്ങൾ തകർന്നിട്ടുണ്ട് സംസാരം കൊണ്ട്. അതുകൊണ്ട് വായ്ക്കകത്ത്, even when you are before your adversaries, God is saying, I will give you so much of wisdom and clarity. നിന്റെ സംസാരത്തിന്റെ അകത്ത് തന്നെ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് പകൽ പറ, കർത്താവേ, blessed be your name. എന്റെ നാവിനെ ഞാൻ അങ്ങേയ്ക്കായി ഏൽപ്പിക്കുന്നു. ഡോക്ടർമാര് പോലും when they take an oath, they have to pronounce those words. Are you with me? അനുഗ്രഹവും ശാപവും നാവിൽ കൂടെയാണ്. സംഖ്യ 14 അകത്ത് 28 വാക്യത്തിൽ as you have spoken in my ears, so I will do. ഞാൻ കേൾക്കേണ്ടതുപോലെ നിങ്ങൾ എന്തു പറഞ്ഞോ അത് തന്നെ ഞാൻ നിങ്ങൾക്കായി ചെയ്യും. നിന്റെ ലൈഫിൽ എന്ത് കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നിന്റെ വാ കൊണ്ട് പറയണം. 2022 എന്ത് കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നിന്റെ വാ കൊണ്ട് പറയണം. It shall be my year of hallelujah. Blessed be the name of the Lord. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ എന്നോട് പറഞ്ഞു, for some of you it shall be your year of laughter. God has made me laugh എന്ന് സാര പറഞ്ഞതുപോലെ കരച്ചിലിന്റെ കൊല്ലമല്ല, സങ്കടത്തിന്റെ കൊല്ലമല്ല. കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞു കാണും, നീ വേദനിച്ചു കാണും. എന്നാൽ 2022 സാറ പറഞ്ഞതുപോലെ the Lord has made me laugh. ദൈവം എന്നെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ ഒരു കൊല്ലം. വാ തുറന്ന് പറ, the Lord will make me laugh. The Lord will make me laugh. സന്തോഷം ഉണ്ടെങ്കിൽ ഇതേ ചിരിച്ചു തുടങ്ങിക്കോ. The Lord has caused me to burst forth in laughter. Yes. വാഗൊണ്ട് പറ, സന്തോഷത്തിന്റെ കൊല്ലമാക്കി ദൈവം എനിക്ക് മാറ്റും. ഞാൻ സംസാരിക്കുന്ന പോലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും.
Whatever you want the Lord to do for you, that you say with your mouth. ദൈവം എന്ത് നിനക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നീ വായിക്കൊണ്ട് ഏറ്റു പറയണം. നിന്റെ വായ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗമല്ല. It's a gift from God. ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. നീ ജയത്തിൽ നടക്കുവാൻ, നീ ജീവന്റെ സമൃദ്ധി അനുഭവിക്കുവാൻ, നിനക്ക് ദൈവത്തിന്റെ സാന്നിധ്യം എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ദൈവത്തിന്റെ ഗിഫ്റ്റാണ് വാ. Praise the Lord. വെറും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ളതല്ല, പറോട്ടയും ചില്ലി ചിക്കനും കഴിക്കാൻ വേണ്ടി മാത്രമല്ല. Praise the Lord. വാ എനിക്ക് ദൈവം തന്നത് എനിക്ക് ദാനമായി തന്നിരിക്കുകയാണ്. അത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. Praise the Lord. Hallelujah. അത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പറയുവാനാണ്. ജീവന്റെ വാക്കുകൾ പറയുവാനാണ്. Blessed be the name of Jesus. It is also a weapon of war. യുദ്ധത്തിനുള്ള ഒരു ആയുധമാണ്. അതാണ് ലൂക്ക 21-ന്റെ it's a weapon of war. നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിൽക്കുമ്പോൾ your mouth has been designed to communicate the wisdom of God. ദൈവത്തിന്റെ ജ്ഞാനം അറിയിക്കുവാനായിട്ടാണ് ഈ നാവിനെ നിർമ്മിച്ചിരിക്കുന്നത്. Amen. Praise the Lord. നിയമാവർത്തനം 30-ന്റെ അകത്ത് നമുക്കൊരു വാക്യം അറിയാം. The Lord said, I've set before you life and death. ജീവനും മരണവും ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. Blessing and curse. അനുഗ്രഹവും ശാപവും. Choose life. ജീവനെ തിരഞ്ഞെടുക്കുക. Choose blessing. അനുഗ്രഹം തിരഞ്ഞെടുക്കുക. പക്ഷെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വാ കൊണ്ടാണ്. അതാണ് ജീവനും മരണവും നിന്റെ നാവിലാണെന്ന് പറഞ്ഞത്. So it is communicating your decision. ഇന്ന് പകൽ praise of വേറെ ആരുമല്ല, നിന്റെ നാവ് നിനക്ക് വിടുതൽ കൊണ്ടുവരും. നിന്റെ വായിലുള്ള സ്തോത്രം നിനക്ക് വിടുതലയക്കും. നിന്റെ വായിലുള്ള വിഷ്ടം നിനക്ക് മുന്നോട്ട് നയിക്കും. ഇന്ന് പകൽ വേറെ ആരുടെയും വാക്കല്ല, നിന്റെ വായിക്കകത്ത്, നിന്റെ വായിക്കകത്ത് praise of പറ, എന്റെ വായിക്കകത്ത്. Amen. There's an English translation in the Living Bible, Proverbs 18:21. On the Living Bible lattu vayicheka. Yeah. Those who love to talk will suffer the consequences. See, those who love to talk. എത്ര പേർക്ക് ഇഷ്ടമാണ് വർത്താനം പറയാൻ? Those who love to talk will suffer the consequences. Suffer the consequences. Men have died for saying the wrong things. Men have died for saying the wrong thing. Can you imagine that? John G. Lake എന്ന് പറയുന്ന ദൈവത്തിന്റെ അഭിഷിക്തൻ, his wife പെട്ടെന്ന് മരിച്ചു. സംഭവിച്ച കാര്യമാണ്. മരിച്ചിട്ട് സ്വർഗത്തിൽ ചെന്നു, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്ന്. സ്വർഗത്തിൽ ചെന്ന് കർത്താവിന്റെ സന്നിധി ചെന്നപ്പം ജോൺ ജി ലേക്കിന്റെ ഭാര്യ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ ഭാര്യയും എന്റെ ഭർത്താവും മക്കളും അങ്ങ് താഴെയുള്ളപ്പോ, അങ്ങയുടെ വേല ഇനിയും ചെയ്യാനുള്ളപ്പോ എന്നെ ഇതിനിപ്പം വിളിച്ച്, എനിക്ക് താഴെ പോയി ജീവിക്കണം എന്ന് പറഞ്ഞു. കർത്താവ് തിരിച്ചയച്ചു. നിത്യതയിൽ ദൈവസന്നിധിക്കകത്ത് സ്വർഗത്തിൽ പറഞ്ഞിട്ട് നിന്നെ തിരിച്ചു ഭൂമിയിലേക്ക് അയക്കുന്ന പ്രവൃത്തി നിന്റെ നാവിൽ കൂടെ വരാമെങ്കിൽ, ഭൂമിയിലായിരിക്കുമ്പോൾ നിനക്ക് സ്വർഗം താഴെ കൊണ്ടുവരാൻ സാധിക്കും. നിന്റെ നാവിൽ തക്കതായത് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയവർ വാ തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. Look at another scripture, Proverbs chapter 12 verse 18. സുഭാഷിതം 12:18 വാക്യം. വാളുകൊണ്ട് പിളർക്കുന്നത് പോലെ അവിവേകമായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ സൗഖ്യം നൽകുന്നു. There is that speaketh like the piercings of a sword, but the tongue of the wise is health. ജ്ഞാനികളുടെ നാവോ സൗഖ്യം നൽകുന്നു. ജ്ഞാനികളുടെ നാവ് സൗഖ്യം നൽകുന്നു. Can I have some feedback on this? I mean, it's too loud. I don't know what's wrong. Something is not. ജ്ഞാനികളുടെ നാവ് സൗഖ്യം നൽകുന്നു. പറ, വാ തുറന്ന് പറ. ജ്ഞാനികളായവര് മാത്രമേ പറയാവുള്ളൂ. ജ്ഞാനികളെ എത്ര പേരുണ്ട്? ജ്ഞാനികളുടെ നാവ് സൗഖ്യം പകരും, സൗഖ്യം തരുന്നു. അപ്പം മണ്ടന്മാരുടെ നാവോ
രോഗം കൊണ്ടുവരും. നിന്റെ നാവിന്റെ അകത്ത് ആരോഗ്യമുണ്ട്, നിന്റെ നാവിന്റെ അകത്ത് രോഗമുണ്ട്. ജ്ഞാനിയാണെങ്കിൽ ജ്ഞാനത്തോടെ സംസാരിച്ചാൽ നിന്റെ ശരീരത്തിൽ ആരോഗ്യം വരും. Praise the Lord. പറ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. ഞാൻ മരിക്കുകയില്ല, കർത്താവിന്റെ മഹത്വം ഞാൻ വർണ്ണിക്കും. മഹത്വം ഞാൻ നാവ് കൊണ്ട് പറ, മരണഭീതി മാറിപ്പോകട്ടെ, ആരോഗ്യം നിന്റെ അകത്തിറങ്ങട്ടെ, ബലം നിന്റെ അകത്തിറങ്ങട്ടെ, ദൈവകൃപ നിന്റെ അകത്തിറങ്ങട്ടെ. Glory unto the name of Jesus Christ. Blessed be the name of the Lord. Amen. Your mouth can make you strong or the mouth can make you sick. നിന്റെ വായിന് നിന്നെ ശക്തിപ്പെടുത്തുവാനോ നിന്നെ രോഗിയാക്കുവാനോ ഉള്ള കഴിവുണ്ട്. സൗത്ത് കൊറിയയില് ഒരു സ്ത്രീക്ക് എപ്പോഴും പനിയാ. അവര് പരിശോധിച്ചു, ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചു. They could not find anything what is wrong with her. So they said this fever is of unknown nature. അവർക്ക് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പനി എന്തുകൊണ്ടാണെന്ന് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. This fever is because of an unknown nature എന്ന് പറഞ്ഞു. അവരൊരു ദൈവത്തിന്റെ അഭിഷിക്തൻ എൻ്റെ അടുത്ത് ചെന്നു, പ്രാർത്ഥിക്കാൻ ചെന്നതാ. അപ്പൊ ആ അഭിഷിക്തൻ ചോദിച്ചു, നീ സംസാരിക്കുന്ന വാക്കുകളൊന്ന് പറയാവോ എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ കൂടെ കൂടെ പറഞ്ഞൊരു വാക്കാണ്, എന്ത് കേൾക്കൊള്ളും, ആരെങ്കിലും മുറിപ്പെടുത്തുന്ന വാക്ക് കേട്ടുണ്ടെങ്കിൽ പറയും, യു ബേൺ മീ വിത്ത് ദോസ് വേർഡ്സ്. ആ വാക്കുകൾ കൊണ്ട് എന്നെ കത്തിച്ചിരിക്കുന്നു. You burn me with those words. She would always keep saying that. And so she literally was burning with fever of unknown nature. Praise the ഡോക്ടേഴ്സിനെ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവളുടെ നാവ് കൊണ്ട് വിളിച്ചു വരുത്തിയതാണ്. ഇന്ന് പകൽ നിന്റെ നാവ് കൊണ്ട് നീ എന്തു വിളിച്ചു വരുത്തും? പറ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ നാവ് കൊണ്ട് ആരോഗ്യത്തെ വിളിച്ചു വരുത്തും, എൻ്റെ അനുഗ്രഹത്തെ വിളിച്ചു വരുത്തും, ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര്യ കണ്ണിന്റെ അകത്തുള്ള കണ്ണിന്റെ രോഗം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ചില രോഗബന്ധനങ്ങൾ അഴിയുന്നു. കണ്ണിന്റെ കാഴ്ച പോകുമെന്ന് വിധി എഴുതിയ സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവിനെ നീ കാണും. നിന്റെ ജീവിതകാലം മുഴുവനും നീ കാഴ്ചയോടെ ഇരിക്കും. ഇന്ന് പകൽ ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ചാടി എഴുന്നേറ്റ് സന്തോഷിച്ചോ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങട്ടെ. Let the healing power of the Lord be upon you. Wow! ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു വായായി മാറട്ടെ. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന വായായി മാറട്ടെ. പരദൂഷണം പറയുന്നതല്ല, കുത്തുവാക്ക് പറയുന്നതല്ല, പൊറുപൊറുക്കുന്നതല്ല, തിന്മ പറയുന്നതല്ല, കള്ളം പറയുന്നതല്ല. നേരെ ചൊവ്വേ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്തുനിന്നുള്ള വെളിച്ചം വിളിച്ചു പറയുന്ന നാമായി ദൈവത്തിന്റെ ആത്മാവിന്ന് മാറ്റട്ടെ. Lift your hand and say, Lord, give me the grace to speak right. Words can bring liberty or words can bring captivity. വാക്കുകൾക്ക് സ്വാതന്ത്ര്യവും ബന്ധനവും കൊണ്ടുവരുവാൻ സാധിക്കും. Amen. നാവുകൾക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരുവാൻ സാധിക്കും, ബന്ധനവും കൊണ്ടുവരുവാൻ സാധിക്കും. Amen. വാ തുറന്ന് പറ, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എവിടെയാ? നിന്റെ വായിലാണ്. Amen. Amen. പഴയ നിയമത്തിൽ ദാവീദ് വർത്താനം കേട്ടോ. ദാവീദ് പറഞ്ഞ കാര്യമാണ്, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ ജീവിക്കും, കർത്താവിന്റെ മഹത്വം വർണ്ണിക്കുകയും ചെയ്യും. ആ ദാവീദ് തന്നെ ഇടയ്ക്ക് എവിടെയോ ഇൻസെക്യൂർ ആയപ്പോ പറഞ്ഞതാ, ഞാൻ മരിക്കൂ എന്നൊക്കെ തോന്നൽ വന്നപ്പോ മാ തുറന്ന് പറഞ്ഞു, മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. ആ ദാവീദ് തന്നെ പറഞ്ഞു, ഐ ബീൻ യങ് ആൻഡ് ഐ ബീൻ ഓൾഡ്. ഞാൻ ചെറുപ്പമായിരുന്നു, എനിക്കിപ്പോൾ പ്രായമായി. പറഞ്ഞ പോലെ എന്നെ പ്രായമായി, പെട്ടെന്നൊന്നും മരിച്ചില്ല. ആമേൻ. അടുത്തേക്ക് നാളത്തോടെ പെട്ടെന്നൊന്നും മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. പെട്ടെന്നൊന്നും മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദീർഘായുസിന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്,
ദീർഘായുസ്സുകൊണ്ട് എനിക്ക് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും ഞാൻ പോകാൻ റെഡിയായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എനിക്ക് ദൈവം എനിക്ക് ദീർഘായുസ് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഫിലിപ്പിയർ 1-ന്റെ അകത്ത് പുതിയ നിയമത്തിൽ ഒരാളെ കാണാം. ഫിലിപ്പിയർ 1-ന്റെ അകത്ത് 21 തൊട്ട് 24 വരെയുള്ള വാക്യം. ഫിലിപ്പിയൻസ് 1:21-24. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഞാൻ തുടർന്നും ശരീരത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അത് ഫലപ്രദമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അതിനാൽ എന്ത് തെരഞ്ഞെടുക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു തെരഞ്ഞെടുപ്പാ. ജീവിക്കണോ മരിക്കണോ എന്ന് പുള്ളിക്കാനാ തീരുമാനിക്കുന്നത്. പുതിയ നിയമത്തിൽ പൗലോസ് പറയാണ്, ഒന്നുകൂടെ വായിച്ചേ, ശ്രദ്ധിച്ച് വായിച്ചത്. ഞാൻ തുടർന്നും ശരീരത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അത് ഫലപ്രദമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അതിനാൽ എന്ത് തെരഞ്ഞെടുക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. സ്വർഗത്തിൽ പോയി ക്രിസ്തുവിനോട് ആയിക്കൊള്ളാമെന്നുണ്ട്. ആർക്കും അതാലോ ആഗ്രഹം. പാസ്റ്റർ അതുകൊണ്ട് എത്ര നാളിരിക്കും? അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുത്തു, ഇപ്പൊ പോകുന്നില്ല. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരുപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഏറെ നല്ലത്. അത് ഭയങ്കര നല്ലതാ. എന്നാൽ ഞാൻ ശരീരത്തിലിരിക്കേണ്ടത് നിങ്ങൾ നിമിത്തം അധികം ആവശ്യമാണ്. ഇനി ദർശനമൊക്കെ മാനിഫെസ്റ്റേഷൻ കാണാനുണ്ട്. പെട്ടെന്ന് മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ജീവിച്ചിരുന്ന പ്രൈസ് ദി ലോർഡ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ വാക്കുകൾ വരണം. Praise the Lord. Hallelujah. Glory unto the name of Jesus. മരിക്കും എന്നുള്ള ചിന്തകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ. ആരോടുള്ള ദൂതാണ് ഇന്ന് പകൽ. Praise the Lord. നിന്റെ വാ കൊണ്ട് പറയണം, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. Praise the Lord. Hallelujah. Amen. It is my decision. ഒരു ബാലൻസ് ഷീറ്റിൽ ഒന്നതുപോലെ പൗലോസ് ഇങ്ങനെ വെയ്യ നോക്കി, സ്വർഗത്തിൽ പോയി ക്രിസ്തുവിന്റെ ആകണോ, അത് ഏറ്റവും നല്ലത്. പക്ഷെ അങ്ങ് പെട്ടെന്ന് പോയാൽ ശരിയായല്ലോ. ഇവിടെ ഇരുന്ന് കർത്താവിനെ ഉപകാരപ്പെട്ടാകാം. Amen. He was just 1 foot away from death maybe. മരണത്തിൽ നിന്ന് ഒരു അടി മാത്രമേ ദൂരെ ആയിട്ടുള്ളൂ. But he took the decision. ഇല്ല, ജീവിക്കാൻ പോവാ. എന്നാൽ താൻ തീരുമാനിച്ചു, ഞാൻ ജീവിക്കും. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ മരണഭീതിയിൽ നിന്നും ഫ്രീ ആക്കും. മരണത്തിന്റെ ആ ബന്ധനം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകും. In the name of Jesus. നിന്റെ വാ കൊണ്ട് തുറന്നു പറഞ്ഞിട്ട് ക്യാൻസൽ ഡെത്ത്. Amen. എനിക്കൊരു പ്രാവശ്യം വന്നു മരണഭീതി. ഡോക്ടേഴ്സ് ഒരു വളരെ നെഗറ്റീവ് റിപ്പോർട്ട് പറഞ്ഞു. വളരെ നെഗറ്റീവ് റിപ്പോർട്ട്. അങ്ങനത്തെ പ്രയാസത്തിന്റെ അകത്ത് ഇതൊക്കെ പഠിക്കുന്നത്. വളരെ നെഗറ്റീവ് റിപ്പോർട്ട്. അന്ന് ഞാനും വൈഫോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. We had to take some decisions. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, നീ വാ കൊണ്ട് പറയുന്നത് പോലെ ഇരിക്കും. യോഹന്നാൻ 19-ാം അധ്യായത്തിൽ യേശു ക്രൂശിൽ കിടന്നപ്പോൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. പൂർത്തിയായി കഴിഞ്ഞിട്ടാണ് കർത്താവ് അങ്ങോട്ട് പോയത്. പൗലോസ് 2 തിമോത്തി 4-ന്റെ അകത്ത് കർത്താവ് ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകാം, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി അങ്ങോട്ട് എനിക്ക് വേണ്ടി നീതിയുടെ കിരീടം വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ പൂർത്തീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പൂർത്തീകരിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. അതിന്റെ മുമ്പേ അങ്ങോട്ട് പോകണ്ട. ഇന്ന് പകൽ വാ കൊണ്ട് പറ, Glory unto the name of Jesus. Amen. റോമായി 10-ന്റെ 9 വാക്യം നമുക്ക് അറിയാവുന്നതാ. ഹൃദയം കൊണ്ടൊരുവൻ കേൾക്കത്തില്ല, ഹൃദയം കൊണ്ടൊരുവൻ വിശ്വസിക്കുകയും അധരം കൊണ്ട്. അപ്പൊ ചിലവർക്ക് ഹൃദയത്തിൽ വിശ്വാസമില്ല, പിന്നെ ചിലവർക്ക് ഹൃദയത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ അധരം കൊണ്ട് ഏറ്റു പറയുകയല്ല. ഇത് രണ്ടും ഇമ്പോർട്ടന്റാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുന്നത് ഹൃദയത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല,
അതരം കൊണ്ട് ഏറ്റു പറയുവാൻ, അതരം കൊണ്ട് ഏറ്റു പറയുവാൻ. പൗലോസിനെ കല്ലെറിഞ്ഞു. നമുക്ക് ഒരു കല്ലേറ് കൊണ്ട് ചിലപ്പോ ചാവും, മർമ്മത്ത് കൊണ്ടാ പോയെന്നൊക്കെ പറയല്ലേ. കല്ലേറ് കൊണ്ടിട്ടും പുള്ളിക്കാരൻ ഈ വാക്ക് പറഞ്ഞേ കൊണ്ട് കല്ലിന്റെ ഗ്യാസ് പോയെന്നല്ലാതെ പുള്ളിക്കാരൻ പിന്നെ എഴുന്നേറ്റ് പ്രസംഗിച്ചു. Praise the Lord. Amen. ഇതൊരു കൃപ, ഒരു അനോയിന്റിങ് ഇന്ന് പകൽ ഏറ്റെടുത്തോണം. Praise the Lord. Amen. ഒരു പ്രാവശ്യം ചത്തന്നോർത്തുകൊണ്ട് പുറത്തിട്ടു. പുള്ളിക്കാൻ അവിടെ കിടന്നുകൊണ്ട് 3-ാം സ്വർഗം വരെ പോയിട്ട് പറഞ്ഞു സമയമായിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് പിന്നെ എഴുന്നേറ്റ് പ്രസംഗിച്ചു. Praise the Lord. Hallelujah. Blessed be the name of the Lord. കപ്പലിന്റെ അകത്ത് ഷിപ്പ്‌റെക്ക് ഉണ്ടായി. Into the depth പോയി, ആഴങ്ങളിലേക്ക് പോയി, ആഴങ്ങളിലേക്ക് പോയി. എന്നിട്ടും ഓക്സിജൻ പോലും വേണ്ട. ആൾ അവിടെയും കർത്താവിനെ മഹത്വപ്പെടുത്തി പുറത്തിറങ്ങി വന്നു. ഈ വചനം നിന്നെ ഫ്രീ ആക്കട്ടെ എന്ന് മകൻ തെരഞ്ഞെടുത്തു. സിംഹത്തിന്റെ കൂടെ ഇട്ടു. The Lord saved me from the lion's den, or from the mouth of the lion എന്ന് പൗലോസ് പറഞ്ഞു. സിംഹത്തിന്റെ വായിൽ നിന്നും എന്നെ രക്ഷിച്ചു. സിംഹം കടിച്ചു, പക്ഷെ പുള്ളിക്കാരന്റെ പല്ല് പോയേ ഉള്ളൂ. പൗലോസ് ചാടി ഇറങ്ങി പുറത്തു വന്നു. വാ തുറന്ന് പറ, ഞാൻ പുറത്തു വരും, യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്തു വരും. Glory unto the name of Jesus Christ. Hallelujah. Blessed be the name of Jesus. Amen. യാക്കോബ് 3-ാം അധ്യായം, James chapter 3 verses 3 and 4. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിൻ്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. Amen. 4-ാം വാക്യം. Behold also the ships which through they be so great. വലിയ കപ്പൽ എന്ന് പറയാം. വലിയ കപ്പൽ, വലിയ കപ്പൽ, വലിയ കപ്പൽ എന്നല്ലേ? അതെ, വലിയ കപ്പൽ. വലിയ സ്വപ്നങ്ങളുള്ള എത്ര പേരുണ്ട്? വലിയ ആരുമില്ലേ? അന്ന് വീട്ടിലിരുന്ന് കണ്ടാ പോരെ. എന്തിനാ ഇവിടെ ചേച്ചി വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നേ? വലിയ ആഗ്രഹങ്ങളും ആരെത്ര ഉണ്ട്? വലിയ സ്വപ്നങ്ങള്. ദൈവത്തിന് എന്നെ കുറിച്ച് വലിയ പദ്ധതിയും പ്ലാനും ഉണ്ടെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട്? വലിയ കപ്പൽ മാത്രം എന്ന് പറയാം. വലിയ കപ്പൽ, വലിയ കപ്പൽ, അതെന്റെ ജീവനാന്ന് പറ. അതെന്റെ ജീവനാ. ആമേൻ. വലിയ കപ്പൽ വായിച്ചു. അത് വളരെ വലിപ്പമുള്ളതും ശക്തമായ കാറ്റിനാൽ ഓടുന്നതുമെങ്കിലും. ശക്തമായ കാറ്റ്, അത് കോവിഡ് ആയിക്കൊള്ളട്ടെ, ഒമിക്രോൺ ആയിക്കൊള്ളട്ടെ, ഡെൽറ്റ ആയിക്കൊള്ളട്ടെ, വലിയ കാറ്റിനാൽ ഓടുന്നതുമെങ്കിലും, വലിയ മെഡിക്കൽ റിപ്പോർട്ട് ആയിക്കൊള്ളട്ടെ, whatever, വലിയ കാറ്റിനാൽ ഓടുന്നതുമെങ്കിലും അമരക്കാരൻ, ദ ഗവർണർ എന്ന് ഇംഗ്ലീഷിൽ. ആരാ ഗവർണർ? ഗൂഗിൾ ചെയ്ത് നോക്കി ആരാ ഗവർണർ എന്ന്. അമരക്കാരൻ, ദാറ്റ്സ് യുവർ ഫെയ്ത്ത്, വിശ്വാസം. അമരക്കാരൻ is equal to faith, വിശ്വാസം. ഒരു ചെറിയ ചുക്കാൻ കൊണ്ട്, ചെറിയ ചുക്കാൻ, റഡർ. അതെന്താ? തൊട്ട് പറ, നാവെ തൊട്ടിട്ട് പറ. വല്ലൊരു നാവിലല്ല, തൊണ്ട. ഈ നാവാന്ന് പറ. ഈ നാവ്, ഈ നാവ് ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ തിരിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനെ തിരിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. വലിയ കപ്പൽ. അതാരാ? ഞാൻ. വലിയ സ്വപ്നങ്ങള് ഒക്കെ ആയിട്ട് ഞാൻ വലിയ അല്ലേ? പറ. ഞാൻ. നിങ്ങൾ പറ. നിങ്ങളാന്ന് പറ. ഞാനെന്ന് പറയുമ്പോ പാസ്റ്റിനെ ചൂണ്ടി കാണിക്കോ? വലിയ കപ്പല് എന്റെ സ്വപ്നങ്ങള്. എന്റെ ദൈവത്തിലുള്ള ഡെസ്റ്റിനി. അതാ വലിയ സ്വപ്നങ്ങൾ. അത് ആ വലിയ കപ്പല് ഒരു ദിശയിൽ പോവുകയാണ്.
എന്നാ വലിയൊരു കൊടുങ്കാറ്റ് അതിനെ പോകുന്ന ദിശയിൽ സ്വപ്നങ്ങൾ സാധിപ്പിച്ച് തരികയാലെന്നുള്ള വിധത്തിൽ പ്രതികൂലമായിട്ട് കോഴ്സ് മാറ്റിക്കുന്ന വിധത്തിൽ ഈ കാറ്റ് കയറി ഷിപ്പിനെ കയറി പിടിക്കുക, ലക്ഷ്യം തെറ്റിക്കാൻ നോക്കുക. പറ, കാറ്റടിക്കുന്നത് ലക്ഷ്യം തെറ്റിക്കാനാ. ലക്ഷ്യം തെറ്റിക്കാൻ എത്തേണ്ട അടുത്തൊരു ഭാഗമുണ്ട്, അവിടെ നിന്ന് മാറ്റി റൂട്ട് മാറ്റി വിടാൻ വേണ്ടി കാറ്റ് കയറി പിടിക്കുക. എന്നാൽ ഗവർണർ, എന്റെ വിശ്വാസം, നാവ് കൊണ്ട് അതിനെ തിരിച്ച് അതിന്റെ കോഴ്സിലേക്ക് പിടിക്കുന്നവരാ. അതിന്റെ ഇഷ്ടമുള്ള ദിശയിലേക്ക് തിരിച്ചു പിടിക്കുന്നു. Praise the Lord. Hallelujah. Amen. Amen. അല്ലേ, അതായത് ഔട്ട് ഓഫ് കൺട്രോൾ ആക്കാൻ നോക്കുക ഈ കപ്പലിനെ. നിയന്ത്രണമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കാൻ പോകുന്നവരാക്കാൻ നോക്കുക. എന്നാൽ നാവ് കൊണ്ട് അതിനെ തിരിച്ച് ഡെസ്റ്റിനിയിലേക്ക്, പർപ്പസിലേക്ക്, ദൈവ ഉദ്ദേശത്തിന്റെ അകത്തോട്ട് നാവ് കൊണ്ട്. പ്രവാചകന്മാർ വന്ന് പ്രവചിച്ചിട്ടല്ല, ആരും വന്ന് കൈവച്ചിട്ടല്ല, നിന്റെ നാവ് കൊണ്ട് നിന്റെ ലൈഫിലെ സ്വപ്നങ്ങളെ ദൈവത്തിന്റെ പർപ്പസിനനുസരിച്ച് റൈറ്റ് കോഴ്സിലേക്ക് ആക്കുവാൻ നിന്റെ നാവിന്റെ അകത്ത് ഇന്നു പകൽ ദൈവം കൃപ പകരുകയാണ്. Glory unto the name of Jesus. വാതുറന്ന് പറ, the grace of God upon my lips, upon my mouth. യേശുവിന്റെ നാമത്തിൽ. Praise the Lord. അതാ ഫെയ്ത്ത് നിന്റെ അകത്ത് അല്ലേ. അമരക്കാരൻ, ഗവർണർ, പറ, ഗവർണർ എഴുന്നേറ്റാൻ പറ. ഫെയ്ത്ത് എഴുന്നേറ്റ് സംസാരിക്കാൻ പറ. സാഹചര്യങ്ങളെ നോക്കിയിട്ട് ഫിയർ അല്ല സംസാരിക്കേണ്ടത്, ഫെയ്ത്ത് എഴുന്നേറ്റ്. ഡോക്ടേഴ്സ് റിപ്പോർട്ട് നോക്കിയിട്ട് ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്, ഫെയ്ത്ത് എഴുന്നേറ്റ്. വേദപുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ഫെയ്ത്ത് എഴുന്നേറ്റ്. എനിക്ക് ജീവനെ തിരഞ്ഞെടുക്കാം, അത് സമൃദ്ധിയായി തിരഞ്ഞെടുക്കാമെന്ന് ഫെയ്ത്ത് പറഞ്ഞേ. ഓ ഹല്ലേലൂയ. ഒരു നാള് ഞാൻ ലജ്ജിക്കില്ലെന്ന് ഫെയ്ത്ത് പറഞ്ഞേ. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിച്ചു എന്ന് പറഞ്ഞതുപോലെ ഫെയ്ത്ത് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൈ ഗോഡ് വിൽ സപ്ലൈ ഓൾ മൈ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. വാ തുറന്ന് പറ, ഫെയ്ത്ത് പറഞ്ഞേ. വാ തുറന്ന് പറ, ഫെയ്ത്ത് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സെരുബാബേലിന്റെ മുന്നിൽ നിൽക്കുന്ന വലിയ പർവ്വതം സമനിലയായി തീരും. എങ്ങനെ? മിണ്ടാതിരുന്നാലാണോ? വാ തുറന്ന് പറഞ്ഞാൽ. ആമേൻ. വാ തുറന്ന് പറഞ്ഞാൽ. മുന്നിൽ ഏത് മലയാ നിൽക്കുന്നത്? 2022 നിന്നെ നോക്കി പേടിപ്പിക്കുന്ന ഏത് മലയാ നോക്കിയിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ നീ ഹല്ലേലൂയ സമനിലയായി തീരും. Praise the Lord. അതിന്റെ മുകളിൽ ഞാൻ ചാടിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്ത് ഇറങ്ങുന്നു. The fire of the Holy Spirit, the fire of the Holy Spirit. Raidalas patholiam sele prabha, jibal suatholiam sele, jibaba baba, aistatto prementul suriam seke pradaloshesteria. മരണഭീതികൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മരണഭീതികൾ മാറട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. Let cancer cells die in the name of Jesus. യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഞരമ്പ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. പൗലോസ് യാത്ര ചെയ്ത കപ്പൽ ഈശാനമൂലൻ അടിച്ചു. പറ, ഈശാനമൂലൻ. ഈശോ അല്ലെന്ന് പറ. ഈശാനമൂലൻ കപ്പലിനെതിരെ അടിച്ചു. പൗലോസ് നാവ് കൊണ്ടല്ലേ ആ ജീവിതങ്ങളിലൊക്കെ കൺട്രോൾ എടുത്തത്. ആ കപ്പലിൽ കയറിയപ്പം ആ കപ്പലിന്റെ അകത്തോട്ട് കയറിയപ്പം പൗലോസിന്റെ ലൈഫ് ആ സോൾജേഴ്സിന്റെ കയ്യിലാണ്.
കാറ്റടിച്ചു കഴിഞ്ഞപ്പം ദൈവം പറഞ്ഞു, നിന്റെ കയ്യിൽ ഞാൻ അവരുടെ ജീവനെ തന്നു. ചില കാറ്റടിക്കുന്നത് നിന്റെ കയ്യിലേക്ക് ചിലത് കയറി വരാനാണെന്ന് മകൻ മനസ്സിലായിക്കോ. COVID-19 സംഭവിച്ചത് ദൈവസഭയുടെ കയ്യിലേക്ക് ചിലത് തരുവാൻ വേണ്ടിയാണ്. ഇന്ന് മകൻ വാർത്തത് പറ, ചില കാറ്റടിച്ചത് എന്റെ കയ്യിൽ ചിലത് കയറി വരുവാൻ വേണ്ടിയാണ്. ഓ, ചില കാറ്റടിച്ചത്, ചില തിരമാലകൾ പൊങ്ങിയത് എന്റെ കയ്യിൽ ചിലത് കയറി വരുവാനാണ്. ഹല്ലേലൂയ. ഓ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓ, ചിലത് എന്റെ കയ്യിലേക്ക് കയറി വരുവാൻ വേണ്ടിയാണ്. ആ കപ്പലിന്റെ അകത്ത് പൗലോസ് വാ തുറന്ന് പറഞ്ഞു, ദൂതന് ഇറങ്ങി വന്നിട്ട് എടുത്ത് പറഞ്ഞു, പേടിക്കണ്ട, ഒറ്റെടുത്തിന്റെ ജീവിതം പോവുകയല്ല. പോവുകയല്ലെന്ന് പറ. Praise the Lord. Amen. Glory unto the name of Jesus. Amen. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടില്ല. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടില്ല. കാറ്റിനെയോ കടലിനെയോ നീ അന്തിപ്പാൻ കഴിവുള്ളോ. കാറ്റിനെയോ കടലിനെയോ നീ അന്തിപ്പാൻ കഴിവുള്ളോ. കടലിലുണ്ട് ശ്വാസം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഭയപ്പെടില്ല. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടില്ല. കാറ്റിനെയോ കടലിനെയോ നീ അന്തിപ്പാൻ കഴിവുള്ളോ. കടലിലുണ്ട്. കാറ്റിനെയോ കടലിനെയോ നീ അന്തിപ്പാൻ കഴിവുള്ളോ. കടലിലുണ്ട്. ശ്വാസം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ച് ഞാൻ തളർന്നിടുമ്പോൾ, വിശ്വാസമാപത്തിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ച് ഞാൻ വലഞ്ഞിടുമ്പോൾ, ഭയപ്പെടില്ല, കർത്തൻ കൂടെയുണ്ട്. സ്വർഗീയ ഉറവുകൾക്ക് ഭയപ്പെടില്ല, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ ഉറവുകൾക്ക്. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടില്ല. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടില്ല. കാറ്റിനെയോ നീ അന്തിപ്പാൻ ഹല്ലേലൂയ. കഴിവുള്ളോ. ആമേൻ. Glory. Amen. Hallelujah. Praise the Lord. Hallelujah. പൗലോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണ്ട, കഴിച്ചിട്ട് സമാധാനിക്കാൻ പറഞ്ഞു. Amen. ഈ കൊല്ലം അവസാനിക്കുന്ന മുമ്പ് 7 ദിവസം ഫാസ്റ്റിംഗ് വെക്കണം എന്ന് ഓർത്താ. ദൈവം പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. സഭയോട് പറ, നല്ലപോലെ തിന്നാൻ പറയാ, നല്ലപോലെ ഉറങ്ങാൻ പറയാ, നല്ലപോലെ ചിരിക്കാൻ പറയാൻ പറഞ്ഞു. (2022) അകത്തോട്ട് ടെൻഷൻ പിടിച്ച് കയറണ്ട. വാ കൊണ്ട് പറ, ടെൻഷൻ പിടിക്കുന്നില്ല ഞാൻ. ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാർ എൻ്റെ കൂടെയുണ്ട്. ഒത്തിരി ഞാൻ ചിരിക്കും. എന്തൊക്കെ ചെയ്യണം? പാസ്റ്റേഴ്സ് അഡ്വൈസ്, ഒത്തിരി ചിരിക്കണം. പറഞ്ഞ ഒത്തിരി ചിരിക്കണം, ഒത്തിരി ചിരിക്കണം, നല്ലപോലെ ഫുഡ് കഴിക്കണം, നല്ലതുപോലെ ഫുഡ് കഴിക്കണം, നല്ലപോലെ കിടന്ന് ഉറങ്ങണം. നല്ലതുപോലെ കിടന്നു. 2022 അകത്ത് ദൈവം നിന്നെ സന്തോഷിപ്പിക്കും. It will be the year of your hallelujah. നിന്റെ പേഴ്സണൽ hallelujah year ആക്കി മാറ്റും. Glory unto the name of Jesus. Amen. Hallelujah. അല്ലേ? നോഹ പഴയ നിയമത്തിന്റെ അകത്ത്, പെട്ടകത്തിന്റെ അകത്ത് ടെൻഷൻ ആയിട്ടിരുന്നോ? ഇല്ല. കോവിഡിന്റെ സമയം 1 കൊല്ലം ആ പെട്ടകത്തിന്റെ അകത്ത് നോഹ and family were relaxed. Praise the Lord.
Amen. തിരമാലകൾ കേറുന്നതും കാറ്റടിക്കുന്നതും ചിലത് നിന്റെ കയ്യിൽ തരാനാ. പെന്തിക്കോസ്ത് ദിവസം ഒരു മുക്കുവന്റെ കയ്യില് 18 രാജ്യങ്ങളിലുള്ളവരെ ദൈവം കൊടുത്തെങ്കിൽ nations are going to still open for you. ഒരു മുക്കുവന്റെ അകത്ത് 18 രാജ്യക്കാര് അന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ആ മുക്കുവന്റെ പ്രസംഗത്തിൽ വന്നെങ്കിൽ ചിലതൊക്കെ ലോകത്തിൽ സംഭവിക്കുമ്പോൾ ഓർത്തോണം, ദൈവത്തിന് നിന്റെ കയ്യിലേക്ക് എന്തോ തരുവാൻ വേണ്ടിയാണ്. ഇന്നു മകൻ അതേ പെന്തിക്കോസ്ത് ദിവസത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. Hallelujah. Amen. Praise the Lord. Amen. ആ വലിയ ഷിപ്പിൽ വലിയ പ്രശ്നം വന്നപ്പം രണ്ടാമത് മനുഷ്യർക്ക് എന്താ മനസ്സിലായെന്നറിയാവോ? പൗലോസിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സീസണാണ്. തിരിച്ചറിവ്. Amen. Praise the Lord. Hallelujah. Amen. കർത്താവിന് വിളിയുള്ളവന് കപ്പില് വേണ്ട ഒരു പലക മതി. പലകെ പിടിച്ച് മാൽത്താ ദ്വീപിലെത്തിയെങ്കിൽ നിനക്ക് ഉള്ളത് ഇച്ചിരി നീ കൈ പിടിച്ചോ, നിന്നെ എത്തിക്കേണ്ടത് ദൈവം എത്തിക്കും. ഇന്ന് പകൽ പറ, ഏത് തിരമാല വന്നാലും, ഏത് കാറ്റടിച്ചാലും, ഏത് വെള്ളത്തിന്റെ അകത്താ കിടക്കുന്നെങ്കിലും ഒരു പലക മതി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഐലൻഡിലേക്ക് എത്തുവാൻ പ്രമാണം ഘടകം ആ കപ്പലിന്റെയും അവിടുത്തെ ജീവനക്കാരുടെയും ലൈഫ് was in his mouth. He said, do not fear. ഭയപ്പെടേണ്ട. പൗലോസിന്റെ കൂടെ ദൈവമുണ്ടെന്ന് മാൽത്താ ദ്വീപിലുള്ളവർ അറിഞ്ഞില്ലേ? അവിടെ രോഗികൾ സൗഖ്യമായില്ലേ? അവിടുന്ന് ഒരു ഇമ്പീരിയൽ ഷിപ്പിന്റെ അകത്തോട്ട് പൗലോസും കൂടെ ഉള്ളവരും കയറി. നേരത്തെ സാധാരണ ഷിപ്പായിരുന്നു, അതാ തകർന്നത്. പിന്നെ ദൈവം കൊടുത്തപ്പം ഇമ്പീരിയൽ ഷിപ്പ്. നിന്റെ ലൈഫിൽ വല്ലത് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അനക്കാടും മെച്ചമായിട്ടുള്ളത് വേറൊന്ന് വെച്ചിട്ടാണ് ദൈവം അനുവദിച്ചത്. മാൽത്താ ദ്വീപിലുള്ളവർ ഗിഫ്റ്റ്സ് കൊണ്ട് പൗലോസിന് കൊടുത്തു, സമ്മാനങ്ങൾ കൊടുത്തു. സമ്മാനങ്ങൾ കൊടുത്തു അല്ലേ? കപ്പലേ കയറിയപ്പം തുടക്കം കയറിയപ്പം ചെങ്ങലയിലായിരുന്നു, കയ്യിലൊന്നുമില്ലായിരുന്നു. ഇപ്പൊ കയ്യിൽ ചെങ്ങലൊന്നുമില്ല. COVID-19 കഴിഞ്ഞപ്പോ എന്തോ സംഭവിച്ചു, സമ്മാനങ്ങൾ കയറി വന്നകത്തോട്ട്. കൈ നോക്കി പറ, എന്റെ കൈക്ക് തൊട്ട് ദൈവം ചില അനുഗ്രഹങ്ങൾ അയക്കുന്ന കയറി വന്നു. Amen. Praise the Lord. ഇതെല്ലാം കൂടെ ചുമന്നുണ്ട് പൗലോസ് അങ്ങോട്ടോ പോകാനാ? പൗലോസ് കൂടെ ഉള്ള എല്ലാവർക്കും കൊടുത്തു. പറ, ദൈവം വല്ലതും തരുന്നത് വല്ലോ എല്ലാം കൈ പിടിച്ചോണ്ടിരിക്കില്ല, അങ്ങ് കൊടുത്താക്കാൻ പറ. Praise the Lord. Amen. See, ഈ തിരമാലയും സ്റ്റോമിന്റെ മുമ്പേ പൗലോസിന്റെ വാക്കിനൊന്നും വിലയില്ലായിരുന്നു. സ്റ്റോം കഴിഞ്ഞപ്പോഴോ പൗലോസിന്റെ വാക്കിനൊക്കെ വലിയ വിലയാണ്. ഒരു വാക്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിമോൻ 1:9. ഫിലിമോൻ 1:9. പൗലോസ് എന്ന വൃദ്ധനും ഇപ്പോൾ പൗലോസ് എന്ന വൃദ്ധൻ പറ. പൗലോസ് എന്ന മതി, അത് മതി. പൗലോസ് എന്ന വൃദ്ധനായി പൗലോസ്. നേരത്തെ പോകുന്നല്ല ഓർത്തത്,
പോണോ വേണ്ടെന്നല്ല തീരുമാനിച്ചത്. നാവും കൊണ്ട് എന്താ പറഞ്ഞത്? ഇവിടെ നിന്ന് പ്രൈസ് കൊണ്ട് വൃദ്ധനായി. ഞാൻ വൃദ്ധനാവൂന്ന് പറ കർത്താവിന് വേണ്ടി. ചെറുപ്പത്തിലൊന്നും അടിച്ചു പോയില്ല, ഫ്യൂസ് ഒന്നും പോയില്ല. പ്രൈസ് ഞാൻ കർത്താവിന് വേണ്ടി. പ്രൈസ് ലോർഡ്. പൗലോസ് എന്ന വൃദ്ധൻ ബ്രെയിനിന്റെ അകത്ത് there is something called the speech center. സംസാരത്തിന്റെ കേന്ദ്രമുണ്ട് പ്രാർത്ഥനയ്ക്കകത്ത്. ബ്രെയിനില്, ബുദ്ധിയില്, ബുദ്ധി പ്രാർത്ഥനയ്ക്കകത്തല്ല, തലച്ചോറിന്റെ അകത്ത്. ഈ ബ്രെയിനിന്റെ ഡോക്ടർമാര് പറയുന്നത് the speech center has a dominant effect on the other nerves of your body. നിന്റെ ശരീരത്തിലെ ബാക്കി ഏത് ഞരമ്പിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഏറ്റവും ഡോമിനന്റ് ആയിട്ട് എഫക്ട് ചെയ്യിപ്പിക്കുന്നത് ഈ സ്പീച്ച് സെന്ററിൽ നിന്നാണ്. Amen. Praise the Lord. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഹോസ്പിറ്റൽ ബെഡിൽ ദേഹമൊന്നും അനക്കാൻ മേലാതെ കിടപ്പുണ്ടെങ്കിൽ ആരോടുള്ള ദൂതാണ്. ഇന്ന് പകൽ നിന്റെ സ്പീച്ച് സെന്ററിന്റെ അകത്ത് ദൈവത്തിന്റെ ഈ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. നീ നിന്റെ കൈയോട് പറ ചലിക്കാൻ, നിന്റെ ശരീരത്തോട് പറ ചലിക്കാൻ. Praise the Lord. യേശുവിന്റെ നാമത്തിൽ പാരലിസിസ് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. Amen. Hallelujah. The words of an unbeliever has zero effect on your life. ഒരു അവിശ്വാസിയുടെ വാക്കുകൾക്ക് നിന്റെ ജീവിതത്തിൽ ഒരു ഫലവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങനെ ആരും ഭാരപ്പെടണ്ട. ഒരു അവിശ്വാസിയുടെ വാക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയുടെ വാക്കിന് നിന്റെ ലൈഫിൽ സീറോ എഫക്റ്റ് ആണ്. വാ തുറന്ന് പറ, സീറോ എഫക്റ്റ് ആണ്. ഞാൻ യേശു ക്രിസ്തുവിലുള്ള പൈതലാണ്. Praise the Lord. ഒരു മന്ത്രവാദിയുടെയോ hallelujah blessed be the name of Jesus ഒരു വാക്കും എന്റെ ലൈഫിനെ തളർത്തുകയില്ല. It has got zero effect over my life. Amen. Praise the Lord. മൂന്ന് കാര്യം പറഞ്ഞു നിർത്തുക, സമയം പോയി. സംസാരിക്കണമെങ്കിൽ you should have a continuous feeding of God's word. Fill the heart with the word of God. നിന്റെ ഹൃദയം ദൈവത്തിന്റെ വചനത്താൽ പരിപോഷിപ്പിക്കപ്പെടണം. 2 കൊരിന്തോസ് 4:13 സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ആത്മാവ്. വിശ്വാസത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വരണം. And the proof of conviction is your declaration. നിന്റെ ബോധ്യങ്ങളുടെ തെളിവെന്ന് പറയുന്നത് നിന്റെ പ്രഖ്യാപനങ്ങളാണ്. Amen. 3 keep the right company. നേരായിട്ടുള്ള കൂട്ടുകെട്ട് സൂക്ഷിക്കണം. അതായത് റൈറ്റ് കമ്പനി. അതായത് സംഖ്യാപുസ്തകം 13:33 അവിടെ 10 പേര് പറഞ്ഞത് ഒരു എൻറ്റയർ കോൺഗ്രിഗേഷനെ ബാധിച്ചു. അവര് തിരിച്ച് ഈജിപ്തിലേക്ക് പോയേക്കാം. 10 പേര് പറഞ്ഞ കാര്യം. മല്ലന്മാരുണ്ട്, 10 പേര് പറഞ്ഞ കാര്യം. ഞാൻ എഴുതി വെച്ചാക്കുന്ന ഒരു കാര്യമുണ്ട്. എനിവൺ നോട്ട് ഗോയിങ് ഇൻ യുവർ ഡയറക്ഷൻ or doesn't believe in your declaration is not going to have your association. നീ പോകുന്ന ദിശയിൽ പോകാത്തവരും നിന്റെ പ്രഖ്യാപനങ്ങളിൽ വിശ്വസിക്കാത്തവരും നിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കരുത്. No. Amen. മൂന്ന് 4 live uprightly. നേരായ ജീവിതം ജീവിക്കുക. Because sin will ruin your audacity. പാപം നിന്റെ ധൈര്യത്തെ കെടുത്തിക്കളയും. The righteous are as bold as lion. നീതിമാൻ സിംഹത്തെ പോലെ ധൈര്യമുള്ളവനാണ്. അപ്പം റൈച്ചസ് അല്ല, നിനക്ക് നിന്റെ അകത്തൊരു അനീതി ഉണ്ടെങ്കിൽ നിനക്ക് ആ ബോൾഡ്നെസ്, നിനക്ക് ധൈര്യം പോകും. If your conscience is defiled, you cannot have boldness. നിന്റെ മനസാക്ഷി മലിനമാണെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടാവുകയില്ല. ഇന്ന് പകൽ പറ, യേശുവിന്റെ രക്തത്താൽ എന്റെ മനസാക്ഷിയെ കഴുകണമേ, എന്റെ ഹൃദയത്തെ കഴുകണമേ. പാപം വിടണം. ദൈവം അടുത്ത കൊല്ലത്തിന് ഒരു കാര്യം കൊണ്ട് എടുത്ത് പറഞ്ഞു, ഇറ്റ് വിൽ ഓൾസോ ബി എൻ ഇയർ ഓഫ് എക്സ്ട്രീംസ്.
അങ്ങേയറ്റവും ഇങ്ങേയറ്റവും അങ്ങനെ. അതായത് ശ്രദ്ധിക്കണം, അതായത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ മേൽ അതിശക്തമായ ദൈവ സാന്നിധ്യവും ശക്തിയും ഇറങ്ങും. അപ്പുറത്തെ സൈഡില് ഇരുട്ടിന്റെ അകത്ത് നിൽക്കുന്നവനെ ഇരുട്ടിന്റെ അകത്ത് അതുപോലെ അവൻ എക്സ്ട്രീംസ്. നടുക്കൊരു ഇൻ ബിറ്റ്വീൻ ക്രിസ്ത്യാനിയായിട്ട് നിനക്ക് നടക്കാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇരുട്ട് നിന്നെ പിടിച്ചു വീഴുന്നു. എന്നാൽ ഇപ്പുറത്ത് നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താക്കുവാണെങ്കിൽ, though the whole world lies in darkness, yet the glory of Yahweh shall be your covering. ദൈവത്തിന്റെ തേജസ് നിന്നെ കവർ ചെയ്യും. Hallelujah. Blessed be the name of Jesus Christ. Hallelujah. Blessed be the name of the Lord. Never keep quiet മിണ്ടാതെ ഇരിക്കരുത്. when your destiny is challenged. നിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ. അത് കൊലായത്തിന്റെ മുന്നേ ദാവീദ് നിന്നപ്പോ തന്നെ ധൈര്യമായിട്ട് അങ്ങോട്ട് പോയി വായും കൊണ്ട്. വാള് കയ്യിലില്ല, പക്ഷെ പറഞ്ഞു ഇന്ന് ഈ യുദ്ധം കഴിയുമ്പോ നിന്റെ തല മുറിച്ചെടുക്കും എന്ന് പറഞ്ഞു. ഒന്നും കയ്യിലില്ലാതെ പറയുന്നത്, പക്ഷെ പറഞ്ഞ പോലെ സംഭവിച്ചു. കയ്യിൽ വരേണ്ട സാധനം വരികയും ചെയ്തു, അവൻ വീഴേണ്ടതുപോലെ വീഴുകയും ചെയ്തു, അവന്റെ തല പോകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഡെസ്റ്റിനി അവൻ ചലഞ്ച് ചെയ്യുകയാണ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. ഗ്ലോറി അൺടു ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. Unless your mouth is wide open, your destiny will be tightly closed. നിന്റെ വായ വിസ്താരമായി തുറക്കപ്പെടുന്നില്ലെങ്കിൽ നിന്റെ ജീവിത ലക്ഷ്യങ്ങൾ അടഞ്ഞു തന്നെ ഇരിക്കും. Your life will move in the direction of your tongue. നിന്റെ നാവിന്റെ ദിശയിലേക്കാണ് നിന്റെ ജീവിതം നീങ്ങുവാൻ പോകുന്നത്. Amen. Praise the Lord. അതുകൊണ്ട് വായിൽ കള്ളം പറയരുത്. വായിക്കകത്ത് പറ്റുന്ന അത്രയും അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നേരത്തെ ദൈവത്തിന്റെ അഭിഷിക്തം പറഞ്ഞതുപോലെ മാഗ്നിഫൈ ദ ലോർഡ് വിത്ത് യുവർ മൗത്ത്. നിന്റെ നാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. Amen. Let's close our eyes in prayer. I would ask you to either stand up or kneel down in the presence of God as we continue to sing this song in worship. I'm not calling anybody to come forth, but just either stand up or kneel down. May this be your time alone with the Lord in prayer. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലോ ഇന്റർനെറ്റിൽ കൂടെയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ, give your life to Jesus afresh. Let the blood of Jesus cleanse your heart.
നിന്റെ നാവിനെ, നിന്റെ ഹൃദയത്തെ ഒക്കെ യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കട്ടെ. വാ കൊണ്ട് വേണ്ടാത്ത വർത്താനങ്ങൾ വന്നെങ്കിൽ ask the Lord forgiveness. He will forgive you. Let the blood of Jesus cleanse you. മരണത്തിന്റെ വാക്കുകൾ വന്നെങ്കിൽ, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വന്നെങ്കിൽ, speak wholesome words. wholesome അല്ലാത്ത വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വന്നെങ്കിൽ കർത്താവേ ക്ഷമിക്കണമെന്ന് പറ. ഗോസിപ്പ് ചെയ്തെങ്കിൽ, കുറ്റം പറഞ്ഞെങ്കിൽ, പൊറുപുറത്തെങ്കിൽ, ask the Lord forgiveness. He will forgive you. May the blood of Jesus cleanse you. The blood of Jesus cleanse you. Surrender to Jesus. Submit to the Lord. And I will be still and know your God. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the storm, and I will be still and know your God. And I will be still and know your God. And I will be still and know your God. And I will be still and know your God. ദൈവത്തിന്റെ ആത്മാവിനെ ഒരാളെ കാണിക്കുന്നു. Your leg got fractured twice. The Lord loves you. ദൈവത്തിന്റെ ഒരു വിളി is there. There's a calling of God upon your life. Your leg got fractured twice. The Lord says, I've called you to carry my gospel, Amen. my good news to the nations of the world. Yes, thank you. How beautiful are the feet of those who carry the good news എന്ന് പറഞ്ഞതുപോലെ നിന്റെ കാലുകൾ അനുഗ്രഹിക്കപ്പെട്ടതാക്കി മാറ്റും ദൈവം. Yes, yes. Praise the Lord. ഇന്നുള്ള പ്രയാസം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. Amen. നിന്റെ ലൈഫിലുള്ള ടെൻഷൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുക. Amen. Amen. വാ തുറന്ന് ഹൃദയം ഏൽപ്പിച്ചു കൊടുത്ത് പറഞ്ഞ കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങ് ജീവനുള്ള അങ്ങ് ദൈവമാണ്. ജീവനുള്ള ദൈവമാണ്. എന്റെ ജീവിതം എന്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ടും അങ്ങേക്ക് അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ തെറ്റുകൾ, എന്റെ തെറ്റുകൾ, എന്റെ പാപങ്ങൾ, എന്റെ പാപങ്ങൾ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ കഴുകണമേ. I submit to you. I submit to I you. give you my life. I give you my life. Wash me Wash me with your precious with blood. your precious blood. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you for forgiving me. Thank you for forgiving. Thank you, Lord. Thank you, Jesus. Every negative word that I've spoken, Every negative word that I've every evil spoken, word that I've spoken, every evil word that I've I spoken, cancel it I cancel by it your blood. by your blood. In the name of Jesus. In the name of Jesus. I will speak words of life I will speak words and of health life and health and blessing. and blessing. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Anoint Lord. me Anoint with your me Holy with Spirit. your Holy അങ്ങയുടെ Spirit. പരിശുദ്ധാത്മാവിനാൽ, അങ്ങയുടെ വിശ്വാസത്തിന്റെ ആത്മാവിനാൽ വിശ്വാസത്തിന്റെ എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ. എന്നെ നിറയ്ക്കണമേ. Thank you, Lord. Yes, ഞാൻ Lord. പിശാചിനെ പുറത്താക്കുന്നു, ഞാൻ പിശാചിനെ ഉപേക്ഷിക്കുന്നു, പുറത്താക്കുന്നു. Yes, ലോകത്തെ Lord. ഉപേക്ഷിക്കുന്നു. Amen. യേശുവാണ് എന്റെ കർത്താവ്, Amen, amen. യേശുവാണ് എന്റെ നാഥൻ, Amen, യേശുവാണ് എന്റെ amen. ദൈവം. Yes, yes, Lift yes. your hands and give Jesus. glory to Jesus. Jesus, to you be the glory. Give glory to Jesus this morning. We worship your name, Jesus. Give glory to Thank you. Jesus this morning. As we stand up in our places, കർത്താവിന്റെ മേശ എടുക്കാൻ ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്താമോ? You can be seated as the ushers will bring in the bread and the wine to you. You can be seated. Take a song. ജീവനോടുയർന്നവനേ, അങ്ങേ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു. ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു.
hands this morning. For I have received of the Lord that which also I delivered unto you, that the Lord Jesus, the same night in which he was betrayed, took bread. And when he had given thanks, he broke it and said, Take, eat. This is my body which is broken for you. This do ye in remembrance of me. And thank you, Jesus. Once again we remember ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു അവൻ്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്കായി നൽകി. The only motive for God to send his son for us was love. It was because of his love that Jesus came down. It was love that paid the price. And it is love that is going to make him come back for us a second time one of these days. കർത്താവെ, അങ്ങയുടെ മേശയുടെ മുൻപിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഈ സ്നേഹം രുചിക്കണമേ കർത്താവെ. ഞങ്ങൾ പ്രാപിക്കുമ്പോൾ മേശയെന്ന് പ്രാപിക്കുമ്പോൾ ഞങ്ങളുടെ നാവുകളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സംസാരത്തിനകത്ത് തന്നെ പ്രാർത്ഥനകൾ വെളിപ്പെടട്ടെ കർത്താവെ. ഞങ്ങളുടെ സംസാരത്തിനകത്ത് തന്നെ ദൈവമഹത്വം ഇറങ്ങട്ടെ കർത്താവെ. ഞങ്ങളുടെ സംസാരത്തിനകത്ത് തന്നെ ഞങ്ങളുടെ വിടുതൽ കൽപ്പിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ സംസാരത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ സൗഖ്യം ഞങ്ങൾ വിളിച്ച് വരുത്തട്ടെ കർത്താവെ. ഞങ്ങളുടെ സംസാരത്തിനകത്ത് തന്നെ ദൈവം ഉദ്ദേശിച്ച കോഴ്സിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളുടെ നാവുകളെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഭയമില്ലാതെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഇയർ ഓഫ് ലാഫ്റ്ററിലോട്ട് പ്രവേശിക്കുവാനായിട്ട് അങ്ങ് കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. We worship you, Jesus. Praise you, Father. We glorify your name. Bless this bread, Lord. Bless our lives in Jesus' name. Amen. Worthy is the Lamb seated on the throne. We crown You now with many crowns, Lord, you reign victorious. You're high and lifted up, Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb. One more time, worthy, worthy is. Is the Lamb Yes, Lord. seated on the throne. We crown you now with many crowns. Lord, you reign victorious. You're high and lifted up, Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb. Worthy is the Lamb. In the same manner, when supper had ended, he took the cup, saying, This cup is the New Testament in my blood. This do ye as often as you drink it in remembrance of me. Let's thank the Lord for his precious blood. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തിയ പരിശുദ്ധമായ യേശുവിന്റെ രക്തത്തിനായി സ്തോത്രം ചെയ്യാം. May the blood of Jesus speak over our lives, over our home, over our generations, over everyone in our church, wherever they might be. Let the blood of Jesus speak over us a better word than the blood of Abel. We thank you for your blood is our covering. Your precious blood is our protection. Your precious blood is what preserves us. We give you all glory and honor. Thank you, Lord. We have life in your blood. Bless this cup. Bless our lives. In Jesus' name. Amen. For as often as you eat this bread and drink this cup, you do show the Lord's death till he comes.
നമ്മുടെ യേശു വനമേഘത്തിൽ വീണ്ടും വരും. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെതിരെ ജയിക്കുകയില്ല. Open your mouth and say, the gates of hell shall not prevail against me, because the Lord will build me. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. We thank you, Lord, for your hand of blessing upon your people. We commit your congregation into your hands this morning. We speak your word of blessing over them. May they have life in its fullness. May they walk forth completely restored. May the year ahead be a year of laughter for them. May they know that it is God who made them to laugh. We give you all glory and honor. We commit the congregation into your hands, and we speak your word of blessing as we bless them in the name of the Father. We bless them in the name of the Lord Jesus. And we bless them in the name of the Holy Spirit. Amen, amen, and amen. God bless you. Have a great week. Remember, Jesus Christ is. Jesus Christ is. Jesus Christ is. Amen. God bless you. Amen. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് പാസ്റ്ററിൽ നിന്ന് നമുക്ക് കേൾക്കാനിടയായത്. ഹല്ലേലൂയ. ഈ വർഷം കർത്താവ് നമ്മളെ അനുഗ്രഹത്തിൽ മുന്നോട്ട് നടത്തി. അടുത്ത വർഷം ഹല്ലേലൂയയുടെ വർഷമാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾ, പ്രവചനങ്ങൾ ഓരോന്നും എഴുതിയെടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അത് ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ച് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ ആഴ്ച ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നവർക്കും ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നവർക്കും കൂടി പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനമാണ് സങ്കീർത്തനം 32:22 വാക്യം. യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതകരമായി കാണിച്ചിരിക്കുന്നു. ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്, അവിടെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചാൽ മാത്രം മതി. ഈ വർഷം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ആ മക്കളെ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കർത്താവ് ഈ വചനത്തിൽ പറയുന്ന അതേ ഹല്ലേലൂയ അപ്പാ, നിന്റെ വചനം അവരുടെ മേൽ ക്ലെയിം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ അപ്പാ, ഈ വർഷം കർത്താവേ അവർക്ക് കർത്താവേ ഹല്ലേലൂയ അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം കർത്താവേ ഹല്ലേലൂയ കർത്താവേ ആ വചനത്തിന് മേലുള്ള കർത്താവേ അങ്ങയുടെ കർത്താവേ അത്ഭുതങ്ങൾ അവർ കണ്ടിരിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഹല്ലേലൂയ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ടൈത്തിന്റെയും ഓഫറിംഗിന്റെയും കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നത് 2 കൊരിന്ത്യർ 9:7 വാക്യം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്,
സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് വിതയ്ക്കുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന് 12-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതിൽ മാത്രമല്ല, ദൈവത്തിന് നിങ്ങളാൽ അനവധി സ്തോത്രം കരേറ്റുവാനും ഇടയായി തീരും. ആമേൻ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് വിതയ്ക്കുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വവും ഒപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വലിയ അനുഗ്രഹവുമായി തീരുകയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ വിതയ്ക്കുക. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ചർച്ചിന്റെ നിങ്ങൾ കാണുന്ന മീഡിയയുടെ താഴത്ത് അതിനുള്ള നമ്പറുണ്ട്. അതിൽ നിങ്ങൾ വിളിച്ച് അത് ആ നമ്പർ എടുത്ത് അതിൽ ടൈത്ത് വിതയ്ക്കുക. ആമേൻ, ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന അറിയിക്കാനുണ്ടെങ്കിലും ടെസ്റ്റ് മണി പറയാനും ഉണ്ടെങ്കിലും താഴെ കാണുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. 1 ഇന്റർനാഷണൽ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, 2 ഇവിടുത്തെ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം, അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. താങ്ക് യു.